വെൽക്കം ടു ഫൺസ് അപ്പോൺ എ ടൈം. താങ്ക് യു. എഴുതാറുണ്ടോ? യെസ്, എഴുതാറുണ്ടല്ലേ? ഞാൻ പറഞ്ഞില്ലേ രമേശ് ചേട്ടാ എഴുത്തുകാരിയാണ്. സാഹിത്യം എഴുതുന്നതിനെ കുറിച്ച് തന്നെയാണ് ചോദിച്ചത്. അതല്ലേ കണ്ണെഴുതുന്നത് എഴുത്താണ്, ഞാൻ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അത് ഞാൻ നന്നായിട്ട് എഴുതാറുണ്ട്. ആ കൊള്ളാം. എന്താ എഴുതുന്നത് തസ്ലീമ? ഞാൻ കവിത എഴുതാറുണ്ട്, കഥ എഴുതാറുണ്ട്. രമേശ് ചേട്ടാ എഴുതാറുണ്ടോ? ഞാൻ വളരെ ചെറുതായിരുന്നപ്പോൾ കവിത എഴുതുന്നുണ്ട്. എനിക്ക് ആദ്യം കവിത എഴുത്തൊക്കെ ആയിരുന്നു എൻ്റെ പരിപാടി. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ എഴുതിയൊരു കവിത ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ, കണ്ണൻ താമരക്കുളം ഡയറക്ടർ ചെയ്തൊരു പടത്തിൽ അഭിനയിക്കാൻ പോയപ്പോൾ ഹരീഷ് കണാരൻ മ്യൂസിക് ഡയറക്ടറായിട്ട് ഇരിക്കുമ്പം എന്നോട് എന്തെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ തന്നെ എന്തെങ്കിലും ഒരു പാട്ടുണ്ടാക്കി പാടിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ എഴുതിയൊരു കവിത ഞാൻ പാടി. അത് മലയാള സിനിമയുടെ ലിസ്റ്റിലേക്ക് കയറി. അങ്ങനെ അത് സിനിമയിൽ ഉപയോഗിക്കപ്പെട്ടു എൻ്റെ പാട്ട്. സൂപ്പർ. അത് ഞാൻ പാടിത്തരാം. കിട്ടനെന്നൊരു കുട്ടി, കുട്ടിക്കുണ്ടൊരു പട്ടി, പട്ടിക്കുണ്ടൊരു കുട്ടി, കിട്ടനെന്നൊരു കുട്ടി, അതാണ് 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 കിട്ടന്റെ പട്ടിക്കുട്ടി. ഭൗ 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 ഭൗ. ഈ കവിതയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പിഷു ടച്ചുള്ള കവിത എന്ന് പണ്ട് ഞങ്ങള് സിനിമാല എന്ന് പറഞ്ഞ പരിപാടി ചെയ്യുന്ന സമയത്ത്, എൻ്റെ തുടക്ക സമയത്ത്, അന്നൊക്കെ ഞാൻ 10 തമാശ പറയുമ്പോൾ 9 എണ്ണം ചീറ്റി പോകുമായിരുന്നു. അതിന് അവർ സിനിമാലയുടെ ലൊക്കേഷനിൽ പിന്നെ ആര് മോശം തമാശ പറഞ്ഞാലും അതിന് അത് പിഷു പറയുന്ന തമാശ പോലെയായി പോയി എന്നും പറഞ്ഞ് അവർ ഒഴിവാക്കുമായിരുന്നു. അങ്ങനെ ഒഴിവാക്കുന്ന തമാശകൾക്ക് പിഷു തമാശകൾ എന്നാണ് അവിടെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അതല്ല, പുള്ളി തലേദിവസം വരും. തലേദിവസം വന്നിട്ട് ഡയാൻ ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് കുറേ തമാശകൾ പറയും. അപ്പോൾ അതിനകത്ത് വന്നിട്ട് ഡയാൻ ചേച്ചിയുടെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും. അപ്പോൾ ഡയാൻ ചേച്ചി പറയും, ആ നിന്നോ എന്ന് പറയുകയാണെങ്കിൽ നിൽക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം കയറി വീട്ടിൽ പോകും. തസ്ലീമിന്റെ വീട്ടിലാരൊക്കെയുണ്ട്? തസ്ലീന് വീട്ടില് ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, പിന്നെ ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞാണ്. ഹസ്ബൻഡ് ഉണ്ട്. ആണോ? ഹസ്ബൻഡിന് വേണ്ടി ആദ്യം എഴുതി കൊടുത്ത കവിത. പുള്ളി കുറെ നാളെന്റെ പിന്നീട് നടക്കുമായിരുന്നു. ഞങ്ങള് IAS പഠിക്കാൻ പോയി കണ്ടുമുട്ടി. അതോടെ IAS ദൈവമേ, ഞാൻ ആദ്യമായിട്ട് IAS പഠിക്കാൻ പോയ ഒരാള് നേരിട്ട് കാണുന്നത്. അത് IAS പഠിക്കാൻ പോകുന്ന ഒരാൾ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ സ്റ്റേജിൽ വരുന്നു എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ആ കവിത എന്താ ഭർത്താവിന് വേണ്ടി എഴുതി കൊടുത്തത്? 14 വയസ്സാ മോമന പെൺകിടാവറിയുന്നോ താനൊരു തീക്കുണ്ടിലെന്ന്. അല്ലയോ കാട്ടാള പിന്നാലെ നടന്നത് മാനിഷാദ എന്നൊക്കെ പറഞ്ഞാലേ. പക്ഷെ ആരായാലും പുറകെ നടന്ന ആള് വളരെ അധ്വാനിച്ച് പാടുപെട്ടാണ് കവയത്രിയെ വീഴ്ത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശ്വപ്രസിദ്ധമായ ഒരു പ്രണയ വിവാഹത്തിന്റെ ആളാണ് സാജു കൊടിയൻ എന്ന് പറയുന്ന ആള്. സാജു ചേട്ടന്റെ പ്രണയം എന്ന് പറഞ്ഞാല് കേന്ദ്രസേന വരെ ആലുവയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പ്രണയമായിരുന്നു. അത്രയും കോളിളക്കവും കോലാഹലവും പ്രശ്നങ്ങളും കണക്കിന് പ്രശ്നങ്ങൾ തീർന്നിരിക്കുക. നീ ഇത് രണ്ടാമത്. ഓക്കെ, അപ്പൊ നമ്മൾ തസ്ലീമയുടെ പെർഫോമൻസിലേക്ക് പോവുകയാണ്. മോളെ ഓൾ ദി ബെസ്റ്റ്. ഹലോ, നമസ്കാരം. എന്റെ പേര് തസ്ലീമ. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. കൊല്ലം കേൾക്കുമ്പോഴേ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട, കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട. അപ്പൊ അച്ചി എന്ന് കേൾക്കുമ്പോ എന്താണ്? ഭാര്യ അല്ലെ? ഭാര്യ എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്നത് കല്യാണത്തിനോട്ടാണ്. ഞാനൊരു കല്യാണ വീട്ടിലെ രാവിലത്തെ ദൃശ്യം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ മിന്നി മിന്നി തിളങ്ങി കത്തി നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു മഞ്ഞ ബൾബുകളൊക്കെ ഉണ്ടാവും. ഒരു നല്ല കാറിനെ എത്രമാത്രം വൃത്തികേടാക്കാവോ അങ്ങനെയൊക്കെ ചെയ്ത് കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടാവും, ബൊക്കെ വെച്ച്. പണ്ടൊക്കെ രംഭ, മേനക, ഫിലോത്തമ എന്നൊക്കെ ആയിരുന്നു ഈ ടൂറിസ്റ്റ് ബസ്സുകളുടെ പേര്. അതിനനുസരിച്ച് പച്ച മഞ്ഞ നിറമൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം കൊമ്പൻ, ഗരുഡൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡേഞ്ചറസ് ചിഹ്നമൊക്കെ ആയിട്ട് ടൂറിസ്റ്റ് ബസ്സുകളുടെ ഒരു നിര ആ സൈഡിൽ നമുക്ക് കാണാൻ കഴിയും. പണ്ടൊക്കെ കല്യാണം നടത്തിയിരുന്നെന്ന് പറഞ്ഞാൽ കാരണവന്മാരാ വീട്ടിലെ. കുറച്ച് വന്നപ്പോഴത്തേക്കും പൂജാരി അല്ലെങ്കിൽ തന്ത്രി ഒക്കെയാ. ഇപ്പൊ കല്യാണം നടത്തുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ മറ്റാരും അല്ല, നമ്മുടെ സ്വന്തം ക്യാമറ ചേട്ടന്മാർ. നമ്മുടെ നാട്ടിലൊരാളുണ്ട്, പുള്ളിക്കാരൻ്റെ പേര് മഗ്ഗെന്നാണ്. മഗ്ഗെന്ന് വെച്ചാൽ പുള്ളി തിങ്കൾ തൊട്ട് ശനി വരെ വെള്ളം ആയിരിക്കും. പക്ഷേ ഞായറാഴ്ച ദിവസം ഏത് വീട്ടിലാണോ കല്യാണം ആ വീട്ടിലെ കല്യാണത്തിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ടൂറിസ്റ്റ് ബസ്സിന്റെ അവസാന ഭാഗത്ത് പോയി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ബസ്സിൽ ദിലീപേട്ടൻ്റെ ഏതെങ്കിലും പടമായിരിക്കും ഇടുന്നത്. അതും പഴയ പടം ഇടത്തോളൂ. മേരിക്കുണ്ടൊരു കുഞ്ഞാടോ, കൊമ്പൻ എന്നൊക്കെയാണ് ബസ്സിന്റെ പേര്. പക്ഷേ മേരിക്കുണ്ടൊരു കുഞ്ഞാട് അല്ലെ മീശ മാധവൻ ഇതൊക്കെ ഇട്ടിട്ട് സ്റ്റൈലായിട്ട് പോകുന്നുണ്ടായിരിക്കും.